യൂണിയൻ ബഡ്ജറ്റ് അടുക്കുംതോറും സ്റ്റോക്ക് മാർക്കറ്റിൽ ചില ഹോട്ട് ടോപ്പിക്കുകൾ ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. ഇത്തവണയും അതിന് കുറവൊന്നുമില്ല. ഏകദേശം 23,000 കോടി രൂപയുടെ വലിയ ഇൻസെന്റീവ് പാക്കേജ് ഗവൺമെന്റ് പരിഗണിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ പ്രചരിക്കുന്നത്. ഇതിന് ഇതുവരെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല. പക്ഷെ വാർത്തയ്ക്ക് പിന്നിലെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നതാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ഇത് യാഥാർത്ഥ്യമായാൽ ഇന്ത്യൻ മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ മുഖച്ഛായ തന്നെ മാറിയേക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാന ചോദ്യം ഇതാണ്: പറയുന്ന 23,000 കോടിയുടെ യഥാർത്ഥ ബെനഫിറ്റ് ആർക്കൊക്കെയാണ് ലഭിക്കുക? ഒരുപാട് പേർ ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ ഈ അവസരം മുതലെടുക്കാൻ സാധ്യതയുള്ള 3 സ്റ്റോക്കുകളെ കുറിച്ച് അഡ്വാൻസ് ആയിട്ട് അറിയാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു ഇൻസെന്റീവ് പാക്കേജിന്റെ വാർത്തകൾ ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികളുടെ ഒരു തുടർച്ചയാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിലുള്ള പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിന്റെ ഭാഗമായി 2 പ്രധാന സെക്ടറുകളെയാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ഒന്നാമത്തെ സെക്ടർ കൺസ്ട്രക്ഷൻ, ഹെവി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ് സെക്ടറാണ്. ഇതിനായിട്ട് ഏകദേശം 14,000 മുതൽ 16,000 കോടി രൂപ വരെ നീക്കിവെച്ചേക്കാം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന മെട്രോ, ടണലുകൾ, ഹൈവേകൾ പോലെയുള്ള വലിയ പ്രോജക്ടുകൾക്ക് ആവശ്യമായിട്ടുള്ള ടണൽ ബോറിംഗ് മെഷീനുകൾ, കൂറ്റൻ ക്രെയിനുകൾ, മറ്റ് മെഷീനറികൾ എന്നിവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ പ്രോത്സാഹനം നൽകുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വലിയ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സിന്റെ വലിയൊരു ഭാഗം നമ്മൾ ചൈന, ജപ്പാൻ, ജർമ്മനി, സൗത്ത് കൊറിയ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ് പതിവ്. ചൈനയെ പോലെയുള്ള രാജ്യങ്ങളെ അമിതമായിട്ട് ആശ്രയിക്കുന്ന നമ്മുടെ പ്രോജക്ടുകൾക്ക് ഭാവിയിൽ ചലഞ്ച് ആയേക്കും എന്നൊരു ആശങ്ക തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി കുറയ്ക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരതയ്ക്കും വളരെ അത്യന്താപേക്ഷിതം തന്നെയാണ്. രണ്ടാമത്തെ സെക്ടർ നോക്കുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് ഓട്ടോമൊബൈൽ കോമ്പോണന്റ്സ് ആണ്. ഇതിനായിട്ട് ഏകദേശം 7,000 കോടി രൂപയുടെ ഒരു പാക്കേജ് പരിഗണിച്ചേക്കും. സാധാരണ സ്പെയർ പാർട്സുകൾക്ക് വേണ്ടിയല്ല, മറിച്ച് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റംസ്, 360 ഡിഗ്രി ക്യാമറകൾ, ഇലക്ട്രിക് വാഹനങ്ങളുടെ ഹൈടെക് ഭാഗങ്ങൾ, സെൻസറുകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായിരിക്കും ഈ ഒരു ഊന്നൽ നൽകുക. ഇതിലൂടെ ലോകത്തിലെ തന്നെ ഒരു പ്രധാന ഓട്ടോമോട്ടീവ് കോമ്പണന്റ് മാനുഫാക്ചറിംഗ് ഹബ്ബായിട്ട് ഇന്ത്യയെ മാറ്റാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇങ്ങനെ ഒരു പദ്ധതി വന്നാൽ അത് തീർച്ചയായിട്ടും ഇന്ത്യൻ എക്കണോമിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. പുതിയ തൊഴിലവസരങ്ങൾ, വർദ്ധിച്ച എക്സ്പോർട്ട്, രൂപയുടെ മൂല്യം കൂടുന്നത്, അങ്ങനെ പലതും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. എന്നാൽ നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ കമ്പനികൾക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് കിട്ടുക? തീർച്ചയായിട്ടും നമ്മളെ പോലെയുള്ള ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നത് ആ ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ഓഹരി ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്, അതായത് ബെമൽ. ഈ ഇൻസെന്റീവ് പാക്കേജിനെ കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ മനസ്സിൽ ആദ്യം വരുന്ന പേരുകളിലൊന്നാണ് ബെമലിന്റെ. മൈനിങ്, കൺസ്ട്രക്ഷൻ, ഡിഫൻസ്, റെയിൽ ആൻഡ് മെട്രോ ഇങ്ങനെ 4 പ്രധാന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഗവൺമെന്റ് പ്രഖ്യാപിച്ചേക്കാവുന്ന കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ഇൻസെന്റീവ് സ്കീമുമായിട്ട് ഈ കമ്പനിയുടെ ബിസിനസ് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രധാനമായിട്ടും ടണൽ ബോറിംഗ് മെഷീനുകൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നതിനെ കുറിച്ച് കമ്പനി മുമ്പ് തന്നെ ആലോചനകൾ നടത്തിയിട്ടുണ്ട്. ഇതിനായിട്ട് വിദേശ കമ്പനികളുമായിട്ട് സഹകരിക്കാനുള്ള താല്പര്യവും പ്രകടിപ്പിക്കും. ഇനി ഗവൺമെന്റ് ഇൻസെന്റീവ് കൂടി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ പ്ലാനുകൾക്ക് പുതിയ ജീവൻ വയ്ക്കും. ഇത് കൂടാതെ കൂറ്റൻ എക്സ്കവേറ്ററുകൾ, ബുൾഡോസറുകൾ തുടങ്ങിയവ നിർമ്മിക്കുന്നതിൽ പതിറ്റാണ്ടുകളുടെ എക്സ്പീരിയൻസ് ബെമലിനുണ്ട്. എന്നാൽ കമ്പനി ഒരു PSU ആയതുകൊണ്ട് തന്നെ പല ചലഞ്ചുകളും ഉണ്ട്. ഗവൺമെന്റ് ഓർഡറുകളെ അമിതമായി ആശ്രയിക്കുന്നത്, ഡിസിഷൻ മേക്കിംഗിലെ ആ ഒരു കാലതാമസം, റോ മെറ്റീരിയൽസിന്റെ വിലക്കയറ്റം, ഇവയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്നിരുന്നാലും ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ, ഡിഫൻസ്, മാനുഫാക്ചറിംഗ് സെക്ടറിലെ വളർച്ചയിൽ ബെമൽ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ബെമലിന്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒരു ഫണ്ടമെന്റൽ ഡീറ്റെയിൽസ് കൂടി ചേർക്കും. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ഓഹരി ലാർസൻ ആൻഡ് ടൂബ്രോ, L&T ആണ്. ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ L&Tയെ ഒഴിവാക്കാൻ സാധിക്കില്ല. ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള ഏത് വലിയ കൺസ്ട്രക്ഷൻ പ്രോജക്ടിന്റെയും നാച്ചുറൽ ബെനിഫിഷ്യറികളിൽ ഒന്നാമതായിട്ട് L&T ഉണ്ടാവും. ഈ ഒരു ഇൻസെന്റീവ് പാക്കേജിന്റെ വാർത്തകൾ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. L&T ഒരു കൺസ്ട്രക്ഷൻ കമ്പനി മാത്രമല്ല, ഒരു വലിയ എഞ്ചിനീയറിംഗ് ഭീമനാണ്. ഇൻഫ്രാസ്ട്രക്ചർ, എനർജി, ഡിഫൻസ്, IT തുടങ്ങി പല സെക്ടറുകളിലായിട്ട് അവർക്ക് ശക്തമായിട്ടുള്ള സാന്നിധ്യമുണ്ട്. കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സുകൾക്ക് ഗവൺമെന്റ് ഇൻസെന്റീവ് നൽകുകയാണെങ്കിൽ അത് L&Tക്ക് 2 രീതിയിൽ ഗുണം ചെയ്യും. ഒന്ന്, രാജ്യത്ത് കൂടുതൽ ഇൻഫ്രാ പ്രോജക്ടുകൾ വരുന്നത് വഴി L&Tയുടെ ഓവർ ബുക്ക് ഇനിയും വളരാൻ സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് ആ പ്രോജക്ടുകൾക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് നിർമ്മിക്കാൻ കമ്പനിയുടെ തന്നെ മാനുഫാക്ചറിംഗ് ഡിവിഷന് പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്യും. അടുത്തിടെ കമ്പനിയുടെ ഹൈടെക് മാനുഫാക്ചറിംഗ്, ഹൈഡ്രോ കാർബൺ ഡിവിഷനുകൾ ഇവയൊക്കെ മികച്ച പെർഫോമൻസ് ആണ് നടത്തുന്നത്. പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ഓർഡറുകൾ കൃത്യസമയത്ത് പൂർത്തിയാക്കുന്നത് വരുമാനത്തിൽ വലിയ വർധന ഉണ്ടാക്കിയിട്ടുണ്ട്. L&Tയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം അതിന്റെ വലിപ്പം തന്നെയാണ്. ഇത്രയും വലിയ ഓർഡറുകൾ കൃത്യസമയത്ത് പ്രോഫിറ്റബിൾ ആയിട്ട് പൂർത്തിയാക്കുക എന്നത് എപ്പോഴും ഒരു ചലഞ്ചിങ് ആണ്. ഗ്ലോബൽ എക്കണോമിക് സാഹചര്യങ്ങൾ വിദേശ ഓർഡറുകളെ ബാധിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. എങ്കിലും ഇന്ത്യയുടെ ഗ്രോത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പത്തിൽ ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ഒരു സ്റ്റോക്ക് അല്ല L&T. തീർച്ചയായിട്ടും L&Tയുടെ ഒരു ഫണ്ടമെന്റൽ ഡീറ്റെയിൽസ് കൂടി ഇവിടെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ L&Tയുടെ ടെക്നിക്കൽ ചാർട്ട് കൂടി കൊടുക്കുന്നുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഓഹരി ഭാരത് ഫോർജ്.
നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ കമ്പനിയാണ്. വാർത്തകളിൽ നിറയുന്ന ഇൻസെന്റീവ് പാക്കേജിലെ ഓട്ടോമോട്ടീവ് കോമ്പണൻസ് എന്ന വിഭാഗവുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫോർജിംഗ് കമ്പനികളിൽ ഒന്നായിട്ടുള്ള ഭാരത് ഫോർജ് ഓട്ടോമോട്ടീവ്, ഡിഫൻസ്, എയറോസ്പേസ് തുടങ്ങിയ നിരവധി സെക്ടറുകൾക്ക് ആവശ്യമായിട്ടുള്ള ക്രിട്ടിക്കൽ കോമ്പണൻസ് നിർമ്മിക്കുന്നുണ്ട്. കമ്പനി ഇപ്പോൾ ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ, ഭാരം കുറഞ്ഞ കോമ്പണൻസ് എന്നിവയിലേക്ക് അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണി പവർ ട്രെയിൻ എന്ന പേരിൽ ഒരു സബ്സിഡിയറി രൂപീകരിച്ച് മുഴുവൻ EV ബിസിനസ്സും അതിന് കീഴിലാക്കി ഇലക്ട്രിക് വാഹനങ്ങളുടെ പവർ ട്രെയിൻ, ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം, കൺട്രോളറുകൾ എന്നിവയുടെ നിർമ്മാണത്തിലാണ് അവർ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള 7,000 കോടിയുടെ ഇൻസെന്റീവ് പാക്കേജ് അഡാസ്, സെൻസറുകൾ, EV കോമ്പണന്റ് എന്നിവയ്ക്കാണ് ഊന്നൽ നൽകുന്നതെങ്കിൽ അത് ഭാരത് ഫോർജിന്റെ പുതിയ സംരംഭങ്ങൾക്ക് വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും. കമ്പനി ഇതിനകം തന്നെ ഈ ഒരു രംഗത്ത് തന്ത്രപ്രധാനമായിട്ടുള്ള പല നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ടോർക്ക് മോട്ടോഴ്സിലും ഇലക്ട്രിക് ട്രക്കുകൾ നിർമ്മിക്കുന്ന UK ആസ്ഥാനമായിട്ടുള്ള ടെവ മോട്ടോഴ്സിലും കമ്പനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഈ പാർട്ണർഷിപ്പിലൂടെ യൂറോപ്യൻ, ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള പുതിയ ടെക്നോളജികൾ വേഗത്തിൽ സ്വന്തമാക്കാൻ കമ്പനിക്ക് സാധിക്കും. പഴയ ഡീസൽ ട്രക്കുകളെ ഇലക്ട്രിക്കിലേക്ക് മാറ്റുന്ന ടെക്നോളജി പോലും കമ്പനി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ബിസിനസ്സിലെ ഡൈവേഴ്സിഫിക്കേഷൻ ആണ് ഭാരത് ഫോർജിന്റെ മറ്റൊരു കരുത്തായിട്ട് കാണേണ്ടത്. ഓട്ടോമോട്ടീവ് സെക്ടറിൽ ഡിമാൻഡ് കുറയുമ്പോൾ ഡിഫൻസ്, എയറോസ്പേസ് പോലെയുള്ള സെക്ടറുകളിൽ നിന്നുള്ള വരുമാനം കമ്പനിക്ക് സപ്പോർട്ട് ആവാറുണ്ട്. പ്രതിരോധ മേഖലയിൽ ആർട്ടിലറി ഗണ്ണുകൾ, കവചിത വാഹനങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ കമ്പനി തങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കമ്പനിയുടെ മാനേജ്മെന്റിന്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് 2030ഓടെ EV, എയറോസ്പേസ് എന്നീ പുതിയ ബിസിനസ്സുകൾ കമ്പനിയുടെ പ്രധാന വരുമാന സ്രോതസ്സുകളായിട്ട് മാറും എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഒരു സൈക്ലിക്കൽ സ്വഭാവം ഉള്ളതാണ്. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വാഹന വിൽപ്പനയിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം. കൂടാതെ ഇവിടെ ടെക്നോളജി അതിവേഗം മാറുന്ന ഒന്നായതിനാൽ R&Dക്ക് വേണ്ടി വലിയൊരു തുക തുടർച്ചയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടിയും വരും. എന്നിരുന്നാലും ഇന്ത്യ ഒരു ഹൈടെക് മാനുഫാക്ചറിംഗ് ഹബ്ബായിട്ട് മാറുമ്പോൾ ഭാരത് ഫോർജ് അതിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാകും എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഭാരത് ഫോർജിന്റെ ഫണ്ടമെന്റൽസ് അതുപോലെ തന്നെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒരു ചാർട്ട് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിൽ അതിന്റേതായിട്ട് റിസ്ക് ഉണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള പഠനം ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെന്റിന് മുമ്പ് നിങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ചുരുക്കത്തിൽ ഇന്ത്യൻ മാനുഫാക്ചറിംഗ് സെക്ടറിൽ വലിയൊരു മാറ്റത്തിന് വഴിവെച്ചേക്കാവുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്, ഹൈടെക് ഓട്ടോ കോമ്പണൻസ് തുടങ്ങിയ സെക്ടറുകൾക്ക് ഒരു വലിയ പ്രോത്സാഹനം ലഭിക്കുകയാണെങ്കിൽ അത് ബെമൽ, L&T, ഭാരത് ഫോർജ് പോലെയുള്ള കമ്പനികൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകിയേക്കും. ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നത് വരെ ഈ സെക്ടറുകളെയും ഈ ഒരു സ്റ്റോക്കുകളെയും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നിരീക്ഷിക്കുന്നത് നല്ലൊരു ആശയം തന്നെ ആയിരിക്കും. ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. പുതിയ വീഡിയോകൾ ഏത് മേഖലയിലാണ് വേണ്ടത് എന്ന് കൂടി കമന്റ് ചെയ്യുക. കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.